everyone. ഇന്ന് നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. റീസെന്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, മാച്ച് ദ ഓർഗാനിസംസ് ഇൻ കോളം 1 വിത്ത് ദ ഹാബിറ്റാറ്റ്സ് ഇൻ കോളം 2. ഓക്കെ, നമ്മുടെ ഓർഗാനിസംസ് ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഹാലോഫൈറ്റ്സ്, then thermoacidophile, methanogens and cyanobacteria. അപ്പോൾ നമുക്കറിയാം ഈ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ കിങ്ഡം മൊണിയറയിൽ വരുന്നതാണ്, പ്രോകാരിയോട്സ് ആണ്. പിന്നെ നമ്മുടെ ഹാലോഫൈൽസും തെർമോആസിഡോഫൈൽസും മെത്തനോജൻസും ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന എന്താണ്, ആർക്കിബാക്ടീരിയ എന്ന് വിളിക്കും. സൈനോബാക്ടീരിയ വരുന്നത് നമ്മുടെ യു ബാക്ടീരിയയിൽ അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയയിലാണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഹാലോഫൈൽസും തെർമോആസിഡോഫൈൽസും മെത്തനോജൻസും അത് മൂന്നും എന്താണ്, എക്സ്ട്രീം കണ്ടീഷൻസിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഹാബിറ്റാറ്റ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താലോ. ഹാലോഫൈൽസ് എവിടെയാണ് കാണുന്നത്? യെസ്, ഹാലോഫൈൽസ് ആർ യൂഷ്വലി സീൻ ഇൻ സോൾട്ടി ഏരിയാസ്. ഓക്കെ, നന്നായിട്ട് ഉപ്പുള്ള ആ ഒരു സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. തെർമോ ആസിഡോഫൈൽസ് എന്താണ്, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ആസിഡിറ്റി, റൈറ്റ്. അവരെയാണ് നമ്മൾ എന്താണ് തെർമോ ആസിഡോഫൈൽസ് എന്ന് വിളിക്കുന്നത്, നമ്മുടെ ഹോട്ട് സ്പ്രിങ്സിൽ കാണുന്നത്, റൈറ്റ്. അപ്പം തെർമോ ആസിഡോഫൈൽസ് ഇസ് ഹോട്ട് സ്പ്രിങ്സ് അല്ലെ. മെത്തനോജൻസ് എന്താണ്, മെത്തനോജൻസ് ആണ് ആക്ച്വലി നമ്മുടെ മാർഷ്യ റീജിയൻസിലും അത് കൂടാണ്ട് ഈ കാറ്റിൽ പോലെ റുമിനൻ ആനിമൽസിന്റെ ഗട്ടിൽ കാണാൻ സാധിക്കുന്നത് അല്ലെ. മീഥേൻ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. നമ്മുടെ ബയോഗ്യാസ് പ്രൊഡക്ഷനിലൊക്കെ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മെത്തനോജൻസ് ആണ്, റൈറ്റ്. സോ ഗഡ്സ് ഓഫ് റുമിനൻസ് ആൻഡ് ഫൈനലി സൈനോബാക്ടീരിയ അല്ലെങ്കിൽ നമ്മൾ കോമൺലി വിളിക്കുന്ന എന്താണ്, ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെ. ഫോട്ടോസിന്തറ്റിക് ആണ് നമുക്കറിയാം. സൈനോബാക്ടീരിയ യൂഷ്വലി കാണുന്നത് എന്താണ്, അക്വാട്ടിക് എൻവയോൺമെന്റിലാണ്, നമ്മുടെ പോൺസിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ പറഞ്ഞ സൈനോബാക്ടീരിയ. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഹാലോഫൈൽസ് എന്ന് പറയുന്നത് സോൾട്ടി ഏരിയ, ഫോർത്ത് വൺ. ബി എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് വൺ ആണ്. ആൻഡ് മെത്തനോജൻസ് ഇസ് തേർഡ് വൺ ആൻഡ് ഡി എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ്. സോ എ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. അപ്പൊ ഈ ഒരു പാർട്ടിൽ നിന്ന് പലപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പക്ഷെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ കൂടിയാണ് അല്ലെ. അപ്പൊ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതിനുശേഷം ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ അത് കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.